ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ വീട്ടിൽ ആര് താമസിക്കണം ആര് താമസിക്കണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുമുണ്ട്. കൂടുതൽ ഇവിടെ കിടന്ന് ചലച്ചാൽ സ്വന്തവും ബന്ധമൊന്നും നോക്കില്ല ഞാൻ. അതിങ്ങനെ പോയാ ജഗന്റെ തലയിലാവാനാ സാധ്യത. അതിനാ ആ വന്ദന ബോധപൂർവ്വം ആ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങോട്ട് വന്നത്. കഴിക്കും മോളെ, ഇതൊക്കെ കഴിച്ചാലേ പെട്ടെന്ന് വളരൂ. കഴിക്കും മോളെ. ഇതേ വിഷം ചേർക്കാത്ത ഏത്തയ്ക്ക നമ്മുടെ തോട്ടത്തിൽ നിന്നാ. അപ്പച്ചി ഇവിടെ ഊട്ടൽ നടക്കായിരുന്നല്ലേ? കൊണ്ടവനൊക്കെ ഉണ്ടായ കൊച്ചിനെ ഊട്ടാൻ നിനക്ക് നാണമില്ലടാ. വലിച്ചുവാരി തിന്നുന്ന കണ്ടില്ലേ കുട്ടിക്കൂടം. ഓ, തമ്പുരാത്തി ഇവിടെ നിൽക്കുകയായിരുന്നോ? ഇവളെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞിട്ടേ വരാൻ പാടുള്ളൂ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ? എടാ, ജാതകദോഷമുള്ള ഇവളെ കണി കണ്ടാ തീർന്നു ജീവിതം. ഇവളെ താലി കെട്ടാൻ ഇറങ്ങി തിരിച്ചവനെ കാലൻ കൊലക്കയറിട്ട് പിടിച്ച നിയമം മറന്നോ? അപ്പച്ചി, അതൊക്കെ പഴയ കഥ. ഇപ്പൊ ഇവളുടെ കഴുത്തി കിടക്കുന്നത് ഞാൻ കെട്ടിയ താലിയാ. അത് തന്നെയാ പ്രശ്നം. എത്രയും പെട്ടെന്ന് ഈ നാശം പിടിച്ചവളുടെ കഴുത്തിൽ നിന്ന് അത് പൊട്ടിച്ചെറിയണം നീ. അപ്പച്ചോട് ഒരിക്കൽ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞതാ. പിന്നെ ഞാൻ കെട്ടിയ താലി അത് അഴിക്കണോ മുറിക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നീ നോക്കിയ ഇപ്പൊ കണ്ടവന്റെ കൊച്ചിനെ ഒക്കത്തെടുത്ത് ചുവന്നോണ്ട് നടക്കേണ്ട ഗതികേട് വന്നത്. ആയിക്കോട്ടെ ദിയമോളെ, ഞാൻ കൂടെ താമസിപ്പിക്കുന്നതിൽ എനിക്കില്ലാത്ത വിഷമം മറ്റാർക്കും വേണ്ട ഇവിടെ. അത് അപ്പനായാലും അപ്പച്ചിയായാലും. എടാ, ഇതൊരു പെങ്കൊച്ചാ. നാളെ ബാധ്യതയായി തീരുമ്പോ നീ നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. നിക്കുന്നുണ്ടല്ലോ ഓസത്ത്. ഒന്നിക്കാണുന്ന അസത്തുകൾക്കെല്ലാം കയറി ഇറങ്ങാനുള്ള വീടല്ലിത്. ഈ വീട്ടിൽ ആര് താമസിക്കണം ആര് താമസിക്കണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുമുണ്ട്. കൂടുതൽ ഇവിടെ കിടന്ന് ചലച്ചാൽ സ്വന്തവും ബന്ധമൊന്നും നോക്കില്ല ഞാൻ. അപ്പച്ചോട്ട് ഇറങ്ങി പോകാൻ പറയും ഞാൻ. ആ ഗുരുത്വദോഷം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണോ? അങ്ങനെ നീ പറയണമെങ്കിൽ ഈ വീട് നിന്റെ പേരിൽ എഴുതി തന്നായിരിക്കണം. അതുമല്ലെങ്കിൽ നിന്റെ തന്തയില്ലേ, എന്റെ സഹോദരൻ കരുണാകരക്കുറുപ്പ്, അവന്റെ പേരിൽ മാത്രം പ്രമാണം ചെയ്തായിരിക്കണം. അതല്ലാതെ എനിക്കും കൂടി അവകാശം എഴുതി വച്ചിരിക്കുന്ന ഈ വീട്ടിൽ ഞാൻ പറയുന്നതാണ് ചട്ടം. തൊടയെങ്കിൽ തടഞ്ഞോടാ. പിടിച്ചു പുറത്തേക്ക് വലിച്ചെറിയാൻ പോവാ ഞാൻ ഈ പിശാചുക്കളെ.
അപ്പച്ചി അപ്പച്ചി അയ്യോ അയ്യോ അപ്പച്ചി പിടിക്കടി അങ്ങോട്ട്. എന്റെ നടുവ്. അപ്പച്ചി എന്റെ നടു. പിടിക്കങ്ങോട്ട്. അങ്കിളിനെ അടിച്ച ഡാങ്കിനെ അമ്മയ്ക്ക് അങ്ങനെ തന്നെ വേണം. എന്താ ചന്ദ്രു, നിനക്കൊരു ടെൻഷൻ പോലെ? ഒന്നുമില്ല മാധവേട്ട. ദേമോള് പോയപ്പോ ആകെ ഒരു മൂകത. എനിക്ക് തോന്നി നിന്റെ സങ്കടത്തിന്റെ കാരണം അതായിരിക്കുന്നു. ധീമോളുള്ളപ്പോ എപ്പോഴും ഇങ്ങനെ കലബലാന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ആ, ഒരു 2 ദിവസം കഴിയുമ്പോ നമുക്ക് അവളെ ഇങ്ങ് കൂട്ടിക്കൊണ്ടുവരാം. ചന്ദ്രു സമാധാനിക്ക്. മാധവേട്ട, വർഷയെ പ്രസവം കഴിയുന്നത് വരെ നമ്മൾ എവിടെ നിർത്തണമെന്നായിരുന്നില്ലേ? ഈ സമയത്ത് വർഷയ്ക്ക് ഒരു അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും ഒക്കെ ആവശ്യം. വിക്രമിന് താല്പര്യമില്ലാഞ്ഞിട്ടല്ലേ? അല്ലെങ്കിൽ നമ്മൾ അവളെ വിടുവായിരുന്നോ? ദേ, നീ ഇപ്പൊ അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. ദൈവം എല്ലാം നല്ല രീതിയിൽ നടത്തിത്തരും. അതല്ല മാധവേട്ട. ഏതല്ലെന്ന്? ദേ, നീയും പ്രസവിച്ചല്ലോ എന്റെ 5 മക്കളെ. അവരെ നോക്കിയത് നിന്റെ അമ്മയും അച്ഛനും ഒക്കെ ആണോ? അല്ലല്ലോ. എന്നിട്ടെന്താ, അവര് വളർന്നില്ലേ? അതും ആദ്യത്തേത് ഇരട്ടക്കുട്ടികളായിട്ടും. എന്നാലും വിക്രം എന്താണ് നമ്മൾ പറഞ്ഞിട്ടും വർഷ എവിടെ നിർത്തിയിട്ട് പോകാത്തത് എന്നല്ലേ? ആ, അതിന്റെ ഉത്തരം ഞാൻ പറയാം. അവര് ജീവിച്ചു തുടങ്ങിയല്ലേ ഉള്ളൂ. പരസ്പരം പിരിഞ്ഞിരിക്കാനൊന്നും ആവില്ല. ഒരു പക്ഷേ വർഷ വിക്രമിനെ കൊണ്ട് പറയിച്ചതാവാനും സാധ്യതയുണ്ട്. ഇപ്പോഴും എനിക്ക് ചന്ദ്രു ഇല്ലാതെ ഈ മുറി കയറിയ ശ്വാസം കിട്ടാത്തത് പോലെ തോന്നും. സത്യമാടോ, നിന്നെ കാണാതെ ഒരു നിമിഷം പോലും എനിക്കിരിക്കാൻ പറ്റില്ല. മാനത്തെ കൊട്ടാരം